ഹലോ ലവ്ലി പീപ്പിൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ NRL ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഡേ 2 ആണ് സലാലയിൽ. ഞങ്ങൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. നല്ല മഴയായിരുന്നു ഇവിടെ. മഴ നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ആയിട്ടപ്പോഴും മഴയുണ്ട്, ചാറ്റൽ മഴയാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ എണീറ്റ് 7:30 ഒക്കെ ആകുമ്പോൾ എണീറ്റ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അത് കാരണം രക്ഷപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിക്ക് തന്നെ കഴിച്ചിട്ട് ഇറങ്ങുകയാണ് ചെയ്യുക. കാരണം പിന്നീട് നമ്മൾ ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കുക ഡിന്നറൊക്കെ ആയിരിക്കും. നമ്മൾ ഓരോ പിന്നെ ഉള്ളേരിയയിലേക്കാണല്ലോ സിറ്റി വിട്ടിട്ട് പോയാൽ പിന്നെ നല്ല ഭക്ഷണം കിട്ടാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. തിരിച്ച് വന്ന് കഴിക്കാമെന്ന് പറയണത് എളുപ്പമല്ല. അപ്പോൾ ഇവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇഷ്ടപ്പെടുന്ന എല്ലാ തരത്തിലുള്ള ഫുഡുണ്ടായിരുന്നു. ഫ്രൂട്ട്സും പിന്നെ ബ്രെഡ്, ക്രോയിസൻറ്റ്, പിന്നെ കുട്ടികൾക്കാണ് മെയിനായിട്ട് ഇഷ്ടമാവുക പാൻ കേക്ക്, സോസേജ്, അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു. പിന്നെ ഒരു തരം സേമിയ, ഉപ്പുമാവ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക്. പിന്നെ എഗ്ഗിൻ്റെ പലതരത്തിലുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇന്ന് സലാലയിലുള്ള ഈസ്റ്റ് സൈഡ് മൊത്തം കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് മൊത്തം കവർ ചെയ്യില്ല, 2 ഡേയ്സൊക്കെ എടുക്കും. അപ്പോൾ ആ സൈഡിലാണ്, ഈസ്റ്റ് സൈഡിലാണ് ഈ മൺസൂൺ സീസണിലെ ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉള്ളത്. വാട്ടർഫോൾസും ഗ്രീനറിയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പോകുന്നത് വൺ ഓഫ് ദി മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എന്ന് തന്നെ പറയാം. ദർബാത്തിലോട്ടാണ്. വാദി ദർബാത്ത് എന്ന് പറയും. അതെന്ന് പറയുന്നത് സലാലയിലുള്ള ഒരുപാട് മലകൾക്കിടയിൽ പച്ചപ്പ് ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്ന മലകൾക്കിടയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാട്ടർഫോൾസ്, ലേക്ക് അങ്ങനെയൊക്കെ പറയാം. വലിയ വാട്ടർഫോൾസ് അല്ല, ലേക്കാണ്. ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഉണ്ട്. അപ്പം വാദി ദർബാത്തിൽ പറയുമ്പോൾ ഒരുപാട് പോയിൻ്റുകളുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും ലാസ്റ്റിലത്തുള്ള പോയിൻറ്റിലേക്കാണ് ഞങ്ങൾ പോണത്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഒരു ബോട്ടിങ് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ്. ഞങ്ങളവിടെ ഏറ്റവും ലാസ്റ്റത്തെ പോയിൻറ്റിലാണ് നിർത്തിയത്. ഒരുപാട് 2-3-4 പോയിൻറ്റ്സുകളുണ്ട് അവിടെ നിർത്താൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്, നിർത്തി കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഈ ലേക്കിൻ്റെ സൈഡിൽ തന്നെ. അപ്പോൾ ഏറ്റവും വലിയൊരു ലേക്കാന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗത്ത് ഓരോന്നായിട്ട് ഇങ്ങനെ അവർ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റിലാണ് കൂടുതൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോട്ടിങ്സ് റൈഡുകളുള്ളത്. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ. ഞങ്ങൾ കുടയൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് വരുന്നവർ കുട കരുതുന്നത് നല്ലതാണ്. പിന്നെ ഇവിടെ നീന്താനൊന്നും പറ്റില്ല അവിടെ. കാരണം എന്താ പറയുക, ഈ ഇൻസെക്ട്സിൻ്റെയൊക്കെ ബൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മഴയുടെ ടൈമിൽ എന്നാണ് പറയുന്നത്. പിന്നെ ഒഴുകുന്ന വെള്ളമാണെങ്കിൽ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ അങ്ങനെ ലേക്ക് പോലെയാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങാനൊന്നും ഇവിടെ സമ്മതിക്കില്ല. വലിയ വാട്ടർഫോൾസ് ഉള്ള ഏരിയയിലാണ് പിന്നെ ഇറങ്ങുന്നതൊക്കെ സേഫ്. അല്ലാത്തടത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇൻസെക്ട്സ് ബൈറ്റിംഗ് ഒക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് മോസ്കിറ്റോ ബൈറ്റിംഗ് നല്ലോണം കിട്ടി. ഈ ദിവസം പോകുമ്പോൾ അധികം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് സ്റ്റാർട്ടിങ് മഴ പെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ബ്രദറിനായിട്ട് വന്നിരുന്നു വീണ്ടും ആഫ്റ്റർ 2 ഡേയ്സ്. അപ്പോൾ നല്ല മോസ്കിറ്റോ ബൈറ്റ് ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് കിട്ടി. അതാണ് ഇവിടുത്തെ വേറൊരു പ്രശ്നം. എന്ന് പറയുന്നത് വേറെ എന്നല്ല, ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുട കരുതുക. കുടയൊക്കെ നല്ല അടിപൊളി കളർഫുൾ കുടയൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും. റെയിൻബോ കുടയൊക്കെ ആണെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടുത്തെ മെയിൻ തിങ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ബോട്ടിംഗ് ആണ്. ഈ സൈഡിലാണ് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോട്ടിംഗ് ഉള്ളത്. കുട്ടികൾക്ക് പറ്റിയതും വലിയവർക്ക് പറ്റിയതും ഒക്കെ. സ്വാൻ ബോട്ടിംഗ്, അത് പെഡൽ ബോട്ടിംഗ് ഉണ്ട്. പിന്നെ ഇങ്ങനെ 2 പേർക്ക് പോകാൻ പറ്റിയതുണ്ട്. സേഫാണ്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം അധികം ആഴമൊന്നുമുള്ള ലേക്കല്ല. പിന്നെ എല്ലാം സേഫാണ്. നമ്മളെ എപ്പോഴും എന്തെങ്കിലും സേഫ് ഗാർഡായിട്ട് ആൾക്കാരുണ്ടാവും കൂടെ. കുട്ടികൾ ഒറ്റയ്ക്ക് റൈഡ് ചെയ്യുകയാണെങ്കിലും കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് റൈഡ് ചെയ്യുന്നുണ്ട് ഈ ചെറിയ സാധനത്തിൽ. ഇത് കണ്ടില്ലേ, ഇവിടെ കോഫി ഷോപ്സ്, ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഫി ഷോപ്സ് ഉണ്ട് ഇവിടെ. ഈ അറ്റത്ത് ഈ പാറയുടെ അടിയിലാണ് അവർ ഒരു കോഫി ഷോപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രസമല്ലേ? വെള്ളത്തിൻ്റെ തീരത്തിരുന്നിട്ട് കോഫി കുടിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കോഫിയൊന്നും കുടിച്ചില്ല. ഞങ്ങൾ നേരെ ഇതാണ് ബോട്ടിങ് ചൂസ് ചെയ്തത്. കുഞ്ഞാറ്റയ്ക്ക് ഒറ്റയ്ക്ക് റൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ കയറി, അവൾ ഒറ്റയ്ക്ക് വിട്ടില്ല. അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അത് ഈസിയാണ്, ബാക്ക്വേർഡും
ഫോർവേഡും ഉള്ള ഒരു ഗിയറാണുള്ളത്. അത് ഫോർവേഡ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിയറിങ് കൊടുത്താൽ ഫ്രണ്ടിലോട്ട് പോവും, അതുപോലെ ബാക്ക്വേഡ്. അപ്പോൾ ആദ്യം അതങ്ങോട്ട് അറിഞ്ഞിരുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ശരിയായിട്ടോ. പിന്നെ ഞാനും പഠിച്ചു. ഇപ്പം അത് കഴിഞ്ഞിട്ട് കുഞ്ഞാറ്റി അവസാനമായപ്പോൾ പഠിച്ചു. പിന്നെ ഓക്കെ ആയി. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനത്തെ ഈ 2 പേരായിട്ട് പോണതും പിന്നെ പെഡൽ ബോട്ടിങ്ങും അങ്ങനത്തെയാണ് കേട്ടോ കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. മറ്റേതും എല്ലാവരും ഇപ്പോൾ 2-3 ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തേൽ പോകണത് നല്ല രസമായിരിക്കും. അല്ലാതെ ഇപ്പം 4 പേരൊക്കെ ഉള്ളൂ വെച്ചെങ്കിൽ പെഡൽ ബോട്ടിങ്ങോ അല്ലെങ്കിൽ ഇതോ കുട്ടികൾക്ക് ഇതോ ഒക്കെ എൻജോയ് ചെയ്യാൻ നല്ല രസമായിരിക്കും. നമ്മൾ സ്വയം റൈഡ് ചെയ്ത് പോകുമ്പോഴേ ആ ഒരു മഴ, ഞങ്ങൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു, നല്ല രീതിക്ക് തന്നെ മഴ ഉണ്ടായിരുന്നു. മുഖമൊക്കെ തലയൊക്കെ നനഞ്ഞു, ഡ്രസ്സൊക്കെ നനഞ്ഞു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരു ഹെവൻ എന്ന് തന്നെ പറയാം. വെള്ളവും അപ്പുറത്ത് നല്ല പച്ചപ്പ് കൊണ്ട് മൂടിയിരിക്കുന്ന മലകളും ആ ഫോഗും. അപ്പോൾ നമുക്ക് ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഇങ്ങനെ റൈഡ് ചെയ്യാം ഇഷ്ടം പോലെ. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ വ്യൂസാണ്, ഒരു നല്ല ഭംഗിയുള്ള വ്യൂസായിരിക്കുക. ചില സ്ഥലത്ത് ഇങ്ങനെ കുന്നിൻ്റെ ഈ മലകൾക്കിടയിലുള്ള പാറയുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ടാവും. ഏറ്റവും മേലേക്ക് നോക്കുമ്പോൾ നല്ല ഫോഗ് ഇങ്ങനെ മൂടി നിൽക്കണ പോലെ കാണാം. പിന്നെ അതിൻ്റെ ഇടയിൽ മഴ, ആഹാ നല്ല രസമായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഓപ്പൺ ആയിട്ടുള്ള ബോട്ടിങ്ങോ അല്ലെങ്കിൽ പെഡൽ ബോട്ടിങ്ങോ അത് ചൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് വേറൊരു പോയിന്റിൽ നിർത്തിയിട്ടോ. അതിൻ്റെ ഇടയിലും ഇതുപോലെ നിർത്താൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നിർത്തി നോക്കിയതാണ്. ഒരു സ്വിങ്ങൊക്കെ കണ്ടു, നല്ല അടിപൊളി. അപ്പോൾ നിർത്തിയത്. അപ്പോൾ അവിടെ ഉണ്ട് ഒരു മാൻകുട്ടീനെ കെട്ടിയിട്ടെടുക്കണം, ആൾക്കാർക്ക് തൊടാനും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല നോട്ടിയായിരുന്നു, കുമ്പിട്ട് കുത്തുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് തൊട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചു. നല്ല ഏരിയയായിരുന്നു. അവിടെയും ഉണ്ടായിരുന്നു ബോട്ടിങ്ങിൻ്റെ ഒക്കെ. ഈ പറഞ്ഞ പോലെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ഫാമിലി ബോട്ടിങ്ങിനെ പറ്റിയതും പിന്നെ കുട്ടികൾക്കുള്ളതും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അവിടെ ചെറിയൊരു ഏരിയയാണ്. അവിടുത്തെ ആ ലാസ്റ്റ് പോയിൻറ്റിനേക്കാളും ഒരു ചെറിയൊരു ഏരിയ. നല്ല മഴയുണ്ടായിരുന്നു. ആ സമയമാകുമ്പോഴേക്കും നല്ല മഴയായി. അത്യാവശ്യം നല്ല രീതിക്ക് മഴ കൊണ്ടു. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ നനഞ്ഞ പോലെയായി. പക്ഷെ നല്ല രസമായിരുന്നു. ആ ഒരു പച്ചപ്പും മഴയും മരങ്ങളും ഈ ഒരു വെള്ളവും നല്ല ക്ലീൻ വാട്ടർ പോലെ തോന്നും നമുക്ക്. അതന്നെ നമുക്ക് ശരിക്കും ആ അടിഭാഗം കാണാൻ പറ്റും, അത്രയ്ക്കും ക്ലീനാണ്. എന്നിട്ട് അവിടുന്ന് പിന്നെ വണ്ടി എടുത്തിട്ട് പിന്നെ ആ വാദി ദർബാത്തിൻ്റെ ലേക്ക് ഏരിയ കഴിഞ്ഞു. പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാലുള്ളതാണ് ഈ ഒരു വാട്ടർഫോൾസ്. ഇതും മെയിൻ ഒരു പോയിൻ്റാണ്, ടൂറിസ്റ്റ് അട്രാക്ഷനുള്ളൊരു പോയിൻ്റാണ്. നല്ല രസമാണ് ഇവിടെ ആ ഒരു വാട്ടർഫോൾസ്, ചെറിയ ചെറിയ വാട്ടർഫോൾസായിട്ട് കാണാൻ. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റൊക്കെ ആകുമ്പോഴേക്കും അവിടെയൊക്കെ വെള്ളം നല്ലോണം ആവും തോന്നുന്നു. ഇപ്പം ജസ്റ്റ് ജൂലൈ
പകുതിയോട് കൂടിയിട്ടാണ് മഴ അവിടെ സ്റ്റാർട്ട് ചെയ്യുക. പല സ്ഥലത്തും വെള്ളമായി വരുന്നേ ഉള്ളൂ. നമ്മൾ ഐൻ ഏരിയകളിൽ, ഐൻ എന്ന് പറയുമ്പോൾ അറബിയിൽ വെള്ളമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വാട്ടർഫോൾസ് ഉള്ള ഏരിയ ഒക്കെ അതിൻ്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐൻ വെച്ചിട്ടാണ്. ഐൻ ഹംറാൻ, ഐൻ റക്കു അങ്ങനെ പറഞ്ഞിട്ടാണ് പേരുകൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ആ ഐനുകളിൽ ചില ഐനുകളിലൊന്നും ഇപ്പോഴും വെള്ളമായി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോയ സ്ഥലത്ത്. ചില സ്ഥലത്ത് മെയിനായിട്ടുള്ള സ്ഥലങ്ങളിലെ വെള്ളമായിട്ടുള്ളൂ. അപ്പോൾ ഓഗസ്റ്റ് അവസാനത്തോട് കൂടിയിട്ടാണ് എല്ലാ ഐനുകളിലും വെള്ളമാവുക എന്നാണ് പറയണത്. എന്നാലും ഇവിടെ ഇപ്പോഴും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. വലിയ വലിയ മരങ്ങളും ഒക്കെ ആയിട്ട്, പിന്നെ നമുക്ക് ടൂറിസ്റ്റുകൾ വരുന്നവർക്ക് കാണാൻ ഇറങ്ങാനൊക്കെ ആയിട്ട് നല്ല വഴിയൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ബോട്ടിങ് ഉണ്ടെന്ന് തോന്നുന്നു. 2-3 ബോട്ട്സൊക്കെ എടുക്കണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല. ബോട്ടിങ് എല്ലായിടത്തും പോകാൻ പറഞ്ഞാൽ എളുപ്പമല്ല. ഇപ്പോൾ വലിയ ബോട്ടിങ് ഒക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ ഫാമിലി ബോട്ടിങ് അങ്ങനത്തെ വലിയ ബോട്ട്സാണ്. അതിനൊക്കെ 8 റിയാൽ അത്രയൊക്കെ വരും തോന്നണം. അപ്പോൾ ഓരോ സ്ഥലത്തും അങ്ങനെ കയറുകയെന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, ആഫ്റ്റർ 2 ഡേയ്സ് വീണ്ടും വന്നു എൻ്റെ ബ്രദറും ഫാമിലിയായിട്ട്. അപ്പോഴും ബോട്ടിങ്ങിനെ പോയിരുന്നു. പക്ഷേ ഇവിടെ ബോട്ടിങ്ങിനൊന്നും കയറിയില്ല. ഇവിടെ നല്ല വ്യൂ ആയിരുന്നു, നല്ല കാണാനൊക്കെ നല്ല രസമായിരുന്നു. ആ കുഞ്ഞു വാട്ടർ ഫോൾസും മഴയും പിന്നെ ആ ലേക്കും അതാണെങ്കിൽ നല്ല ക്ലീൻ വാട്ടർ, നമുക്ക് അടിഭാഗം ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു അടുത്ത മാസമാകുമ്പോൾ, ഓഗസ്റ്റ് ആകുമ്പോൾ ഈ വാട്ടർഫോൾസൊക്കെ കുറച്ചും കൂടി വലുതാവും. ഇവിടുത്തെ ഈ മരങ്ങളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. അത് ഷേപ്പിലാവും കിടക്കുന്നുണ്ടാവുക. ഞാൻ വിചാരിക്കും ഇവർ പക്ഷെ കട്ട് ചെയ്ത് വെക്കണതൊന്നുമല്ല. ഈ മലമുകളിലൊക്കെ കട്ട് ചെയ്ത് വെക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. അങ്ങനെ ഉണ്ടായി വരണതാന്ന് തോന്നുന്നു. നല്ല രസമാണ്. എനിക്ക് അവിടുത്തെ മരങ്ങളാണ് ഏറ്റവും ഇഷ്ടമായത്. അങ്ങനെ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് കയറി. ഇപ്പം മഴയും ഉണ്ടായിരുന്നു, ആകെ കുറച്ച് ക്ഷീണിച്ചു. പിന്നെ നമ്മൾ ബാത്റൂം തപ്പി പോയതാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് കയറിയപ്പോൾ അവിടെ ടോയ്ലറ്റ്സ് ഉണ്ടായിരുന്നു. ടോയ്ലറ്റ്സ് മിക്കപ്പോഴും എല്ലാ സ്ഥലത്തും കാണാം കേട്ടോ. അപ്പോൾ ടോയ്ലറ്റിൽ പോയി അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് അവിടെ ഒരു ദർബാത്ത് കഫേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടത്. അപ്പോൾ അതെന്താണെന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു മലമുകളിൽ തന്നെ ഒരു നിരപ്പായിട്ടുള്ള ഏരിയയിൽ അവരൊരു കോഫി ഷോപ്പ്, കുറച്ച് ഉള്ളിലേക്കായിട്ടൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോഫി ഷോപ്പ് ഉണ്ടാക്കി വെച്ചേക്കാണ്. എന്ത് രസമാണ്. പോണ വഴിയായാലും അവിടെ പോയി ഇരിക്കുമ്പോഴായാലും കാറ്റും ആ ഒരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നല്ല രസം. നല്ല വ്യൂസ് കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കോഫി കുടിക്കാം. അപ്പോൾ എന്താണെന്ന് പോയി കണ്ട് നോക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അയ്യോ എന്ത് രസമായിരുന്നു എന്നറിയോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്നിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ചു. കോഫി തന്നെയാണ് അവിടെ മെയിനായിട്ട്, കോഫി ഷേക്സ് അങ്ങനെയൊക്കെ. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് അവിടെ വന്നിരുന്നു, ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പോണത്. അപ്പോൾ അധികം സമയമൊന്നും ഇരുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് പോയി നോക്കി വേഗം ഒരു കോഫി കുടിച്ചു പോന്നു. വേഗം പോവാമെന്ന് പറഞ്ഞു. കാരണം ഇനിയും സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അവിടെ ചെന്നിരുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആ ഒരു വൈബും ഒന്ന് അറിഞ്ഞ് പോന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അവിടെയും നമ്മൾ ഒരു മലയുടെ മുകളിലിരുന്നിട്ട് അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ഫോഗും മരങ്ങളും തെങ്ങുംതോപ്പും ഒക്കെ എല്ലാം കാണാൻ പറ്റിയിരുന്നു അവിടുന്ന്. നല്ല വ്യൂ ആയിരുന്നു അവിടുന്ന്. അങ്ങനെ അവിടുന്ന് കോഫി ഷോപ്പിൽ നിന്ന് കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക്, ജബൽ സംഹാനിലേക്കാണെന്ന് തോന്നുന്നു അടുത്ത പോയിൻ്റ്, അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ. അപ്പം ബൈ. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Turn this room, turn it to an ocean. Let me float around. Eyes closed, like we're dreaming